ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പൂക്കളം ഡിസൈൻ നമ്മൾ ആദ്യം പൂവിൻ്റെ ഇതള പോലത്തെ ഷേപ്പാണ് 4 സൈഡിലായിട്ട് വരച്ചത്. പൂവിൻ്റെ ഇതള പോലത്തെ ഷേപ്പ് 4 സൈഡിലായിട്ട് വരച്ചു. അപ്പോൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള സ്ഥലത്തും ആ ഷേപ്പ് തന്നെ വരച്ചെടുത്തു. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്ത് വരച്ചു. ഇത്രയാണ് നമ്മൾ വരച്ചത്. ഒരു നടുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂവിൻ്റെ ഷേപ്പ് പോലെയുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് എഡ്ജുമായിട്ട് കണക്ട് ചെയ്ത് കോർണേഴ്സ് കർവ്ഡ് ലൈൻസാണ് അവിടെ വരച്ചത്. കുറച്ച് കർവ്ഡ് ലൈൻസാണ് അവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതുമായിട്ട് കണക്ട് ചെയ്ത് പൂവിൻ്റെ ഷേപ്പ് പോലെ, പൂവിൻ്റെ മുട്ടിൻ്റെ ഷേപ്പ് പോലെ നമ്മൾ അതിനെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. എല്ലാവരും പ്ലീസ് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ഭാഗത്തും ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കുക. ഫിഗറെ കണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള ഭാഗത്തും ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇത്രയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിഗറിൽ തന്നിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വരച്ചതുപോലെ ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യുക. ഇനി ബാക്കിയുള്ള പോർഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ആ ഫിഗർ കണക്ട് ചെയ്ത് ഫിഗറിൽ തന്നിരിക്കുമ്പോഴത്തെ ഷേപ്പ് ഓരോ സൈഡിലായിട്ട് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. പൂക്കളിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. നല്ല ഡിസൈനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് തന്നെ നോക്കുക. ബാക്കിയുള്ള ഭാഗത്തും ഇതുപോലെ കണക്ട് ചെയ്ത് വരയ്ക്കും. ഇപ്പോൾ ഒരു സിമ്മട്രിക്കലായിട്ടുള്ള ഒരു അടിപൊളി ഫിഗറാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പൂക്കളം ചെയ്യേണ്ടത്. ഇനി കുറച്ച് ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ള ഭാഗത്ത് കർവുകൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഫിഗർ തന്നിരിക്കും പോലെ തന്നെ കർവുകൾ വരച്ചു. ഓക്കെ, അങ്ങനെ കർവുകൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി ചെയ്യേണ്ടത് പോർഷൻസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും കർവ് വരച്ച് കംപ്ലീറ്റ് ചെയ്തു, ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗർ ഇങ്ങനെയാണ്. ഇതൊരു സിമ്മട്രിക്കലായിട്ടുള്ള ഒരു അടിപൊളി ഫിഗറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇത്രയും നമുക്ക് വരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിഫറെൻറ്റ് ഷെയ്ഡ്സോ കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ പൂക്കളം ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ, ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.